ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകവും എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, ഇപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ സാധാരണ പോലെ ആരംഭിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളെ പെട്ടെന്ന് തന്നെ എങ്ങനെ സംസാരിക്കാൻ പ്രാപ്തരാക്കും എന്നതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സംസാരം ടോക്കിംഗ്, ഒരു റെയിൽവേ യാത്ര. കുറച്ച് ആളുകൾ റെയിൽവേ യാത്ര ചെയ്യണം, അപ്പോൾ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കണം. റെയിൽവേ ജേണി, ट्रेन में अलग अलग पैसेंजर्स टॉकिंग टुगेदर, वो बोलते हैं ये दूसरे को वैसा वैसा. It's a train journey. 3 or 4 passengers met together and they are talking. Where are they from and where are they going? Okay, like that. നോക്കാം നമുക്ക്. ഇപ്പോൾ ഫസ്റ്റ് ആൾ ചോദിക്കുകയാണ്. ഇപ്പോൾ 3-4 ആളുകൾ ഇരിക്കുന്നുണ്ട്, 4-5 ആളുകൾ ഇപ്പോൾ തമ്മിൽ പരിചയപ്പെടുകയാണ്. അപ്പോൾ ആദ്യത്തെ ആൾ ചോദിക്കുന്നു, ഹായ്, where are you from? I am from Kerala. Okay, you? I am from Coimbatore. Yeah, is it Tamil Nadu? Tamil Nadu है ना? Yeah. Tamil Nadu था. पर तमिल पढ़ने he is talking in Tamil. Tamil is the regional language of Tamil Nadu. देशीय भाषा नहीं, प्रादेशिक भाषा है तमिलनाडु से. Okay, then next one, where are you going? I am going to Delhi. Okay, are you working there? आप उधर से काम करते हैं क्या? मैं उधर काम करते हैं. I am working there in Delhi. Okay, then you? I am going to Calcutta. I am working there. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒരാൾ ഡൽഹിയിൽ ജോലി ചെയ്യുന്നു, മറ്റൊരാൾ കൽക്കട്ടയിൽ ജോലി ചെയ്യുന്നു, അല്ലേ? മറ്റൊരാൾ തമിഴ്നാട്ടുകാരനാണ്, അയാൾ എവിടെ പോവാന്ന് പറഞ്ഞിട്ട് ഈസ് നോട്ട് ടോൾ, ഹി ഹാവൻറ്റ് ടെൽ വേർ ഹീ ഈസ് ഗോയിങ് ഓർ വേർ ഹീ വിൽ ഗോ. അയാൾ എവിടെ പോവും, എവിടെ പോകുന്നു എന്ന കാര്യം പറഞ്ഞിട്ടില്ല മറ്റുള്ള ആൾ. അപ്പം അങ്ങനെ ഓരോരുത്തരായി സംസാരിച്ചു കൊണ്ടുവരികയാണ്. ഓക്കെ, ആൻഡ് ദെൻ യു? ഐ ആം ഗോയിങ് ടു നേപ്പാൾ. ഐ ആം സ്റ്റെപ്പ് ഡൗൺ at Gorakhpur, then fetch a bus and then straight to the border of India, then fetch another bus to Kathmandu, the capital of Nepal. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ആദ്യം പോയി എവിടെ ഇറങ്ങും, ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ബസ്സിൽ ഇന്ത്യൻ ബോർഡറിലേക്ക് പോയി അവിടുന്ന് നേരെ നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് പോകും എന്ന് പറയാം. ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയണമെന്ന് ഹിന്ദിയിൽ, മാം काठमांडू से जा रहा है, उधर से काम करते हैं, मैं अध्यापक है. ഓക്കെ ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനാണ്, അദ്ദേഹം അവിടെ ജോലി ചെയ്യണം. അപ്പോൾ നേപ്പാളി മേ എന്ത് ചോദിക്കും, വാട്ട്സ് യുവർ നെയിം, ആപ്കാ നാം ക്യാ ഹേ എന്നെങ്ങനെ ചോദിക്കുക എന്ന് ചോദിക്കുകയാണ് ഒരു രസത്തിനായിട്ട്. തപ്പായി കാ നാം കേഹോ, തപ്പായി ആപ്പ്, അല്ലേ? തിമി തൂം, ഇതാണ് അർത്ഥം. ചെറിയ ചെറിയ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിഫറൻസ് ആൻഡ് ഹിന്ദി ബിറ്റ്വീൻ ഹിന്ദി ആൻഡ് നേപ്പാളി. അപ്പോൾ നേപ്പാളിയും ഹിന്ദിയും തമ്മിൽ ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ ഹൗ ആർ യു ചോദിക്കും നമ്മളല്ലേ, കൊസ്തു എന്നാണ് അവർ ചോദിക്കുക. കൊസ്തു രാമരച്ചു, കൊസ്തു രാമരച്ചു എന്ന് പറഞ്ഞാൽ ആ ഫൈൻ, ഐ ആം ഫൈൻ, ഐ ആം ഗോയിങ് വെൽ, അല്ലെ നല്ല രീതിയിൽ പോകുന്നു, എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല. അതാണ് ഈ കൊസ്തു രാമരച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവരെങ്ങനെ യാത്ര തുടരുകയാണ്. किधर से गड़ी है, आने वाला സ്റ്റേഷൻ ക്യാ ഹെ, അല്ലേ? ഏതാണ് ഇനി അടുത്ത് വരുന്ന സ്റ്റേഷൻ എന്താണ് എന്ന് ചോദിക്കണം ഒരാൾ. ആനെ വാല സ്റ്റേഷൻ സേലം ഹെ, തമിഴ്നാട്, അല്ലേ? അപ്പോൾ കമ്മിങ് സ്റ്റേഷൻ ഇസ് സേലം, ഇറ്റ്സ് ഇൻ തമിഴ്നാടു. അപ്പോൾ അടുത്ത് വരുന്ന സ്റ്റേഷൻ സേലമാണ്, തമിഴ്നാട്ടിലാണ്. ഉധർ പർ ട്രെയിൻ ഗഡി ഹെ ക്യാ, അവിടെ ട്രെയിൻ നിർത്തുമോ? ഷുവർ, വൈ നോട്ട്, ഇറ്റ്സ് എ ബിഗ് സ്റ്റേഷൻ യു നോ. അപ്പോൾ അവിടെ വലിയൊരു സ്റ്റേഷനാണ്, അവിടെ ട്രെയിൻ നിർത്തും എന്ന് പറയാം. ഓക്കെ ഓക്കെ, യു വിൽ ബൈ സംതിങ് സ്നാക്സ് ഫ്രം ദർ, അതർവൈസ് യു വിൽ ഗെറ്റ് ഇൻസൈഡ് ഓഫ് ദിസ് ട്രെയിൻ യു നോ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും, ഉള്ളിൽ കിട്ടും സ്നാക്സൊക്കെ, ട്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ ലഭിക്കും, എല്ലാ ഭക്ഷണവും ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം എന്ന് പറയാം. അങ്ങനെ അവരവരുടെ യാത്ര, അങ്ങനെ ആ പ്രയാണം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അപ്പം നമ്മളിങ്ങനെ പാട്ടുകളും കാര്യങ്ങളും മിമിക്രി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് രസകരമായി ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുകയാണ്, അപ്പോൾ നമുക്കിന്ന് കുറച്ച് തമിഴ് നടന്മാരുടെ ശബ്ദം
ഒന്ന് നോക്കാം, എങ്ങനെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യകാലത്തെ നമുക്കറിയാം ഏറ്റവും പ്രശസ്തനായ വളരെ പ്രശസ്തനായ നടനായിരുന്നു MG രാമചന്ദ്രൻ എന്ന MGR അല്ലേ. അദ്ദേഹം ഒരു കേരളക്കാരനാണ്, കൊല്ലങ്കോടുകാരനാണ്, എൻ്റെ അതേ ജില്ലക്കാരനാണ്. ഹീസ് ഫ്രം പാലക്കാട് ഡിസ്ട്രിക്ട്, കൊല്ലംകോട്. ഇറ്റ്സ് മൈ ഡിസ്ട്രിക്ട് പാലക്കാട് ഇൻ കേരള ഇൻ ഇന്ത്യ. സോ നോക്കാം നമുക്ക്. അപ്പോൾ അദ്ദേഹം പൊങ്കുനി നിനക്ക് കുഴച്ചിലിരിക്കുക ചെടിയും എനിക്ക് ചെടിയും അപ്പടി പേശ മാട്ടേൻ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. പിന്നെയുള്ള ശിവാജി ഗണേശൻ അമ്മ തൊലച്ചിട്ടായി എണ്ണ പൊണ്ണു തെളിയാതെ കണ്ണാ, അങ്ങനെ അദ്ദേഹം. പിന്നെ നമ്മുടെ അണ്ണൻ രജനീകാന്ത് അല്ലേ, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്ന് നോക്കാം നമുക്ക്. இந்த பாஷா ஒரு வாட்டி சொன்னா 3 தடவை 100 தடவை சொன்ன மாதிரி മിഞ്ചിടാത് കിളമ്പ് കണ്ണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ രസകരമായി നമുക്ക് മുന്നോട്ട് പോവാം. ഞാൻ ഇനിയും വലിച്ചിഴക്കുന്നില്ല, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ടൈം ടു ലൈറ്റ് നൗ, ദാറ്റ്സ് വൈ. അപ്പോൾ എനിക്ക് ഇന്നലെ ക്ലാസ് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം പല പ്രോബ്ലങ്ങൾ അല്ലെ, നെറ്റ് പ്രോബ്ലം, ദെൻ ഫോൺ പ്രോബ്ലം, സോ മെനി പ്രോബ്ലംസ് ഐ എം ഫേസിങ് ജാസായ. അപ്പോൾ അതെന്താണെന്ന് എവിടെ ഈ ദിവസങ്ങളിൽ കുറേ പ്രോബ്ലങ്ങൾ ഇങ്ങനെ അതൊക്കെ നമുക്ക് തരണം ചെയ്ത് കൊണ്ട് പോകണം. ദാറ്റ്സ് ഹ്യൂമൻ ലൈഫ്, അതാണ് മനുഷ്യ ജീവിതം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നിങ്ങളതിൻ്റെ ക്ലാസ്സുകൾ സ്ഥിരമായി കാണുക. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, സ്റ്റെപ്പ് അപ്പ് വിത്ത് ഇംഗ്ലീഷ്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ തുടർച്ച കണ്ടിന്യൂഷൻ ലഭിക്കൂ. If you don't subscribe, you haven't get the continuation of the classes. That's why. The link Prakash TK, then first step up with English in capital letters, then give space in each letters, not letters in each words. Step up with English Prakash TK Menon in YouTube, then step up with English 108 in Facebook and Instagram. Okay, then good night, Shubharatri. See you tomorrow.